നമസ്തേ, എല്ലാവർക്കും മൈൻഡ് വെൽനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. എന്നത്തെയും പോലെ തന്നെ നമ്മൾ നാർസിസിസത്തിൻ്റെ ഒരു പുതിയ ഏരിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് വളരെയേറെ ഫീഡ്ബാക്സുകൾ കിട്ടുന്നുണ്ട്. അതിൽ വിമൻ വിക്ടിംസ് ഉണ്ട്, മെയിൽ വിക്ടിംസുമുണ്ട്. അപ്പോൾ വളരെ ഡീപ്പായിട്ട് ഈ വീഡിയോസ് കാണുകയും അതനുസരിച്ച് എനിക്ക് അതിൻ്റേതായ ഫീഡ്ബാക്കുകളും റെസ്പോൺസും ഒക്കെ അവർ തരാറുണ്ട്. അതെനിക്ക് വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. ഐ എം വെരി താങ്ക്ഫുൾ ടു ദം. ആൻഡ് ഇപ്രാവശ്യം ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദ പേഴ്സൺസ് നെയിം, ബട്ട് വൺ ഓഫ് മൈ ലിസണേഴ്സ് ഓർ വ്യൂവേഴ്സ് എനിക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഫ്ലൈയിങ് മങ്കീസ് ഇൻ നാർസിസത്തിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഫ്ലൈയിങ് മങ്കീസ് യു ക്യാൻ നോർമലി സീ അറൗണ്ട് അസ്, ഓക്കെ. പക്ഷേ പ്രത്യേകിച്ച് നാർസിസത്തിൽ അതല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ആരെയെങ്കിലും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഏരിയാസിലൊക്കെ ഇങ്ങനെ ഫ്ലൈയിങ് മങ്കീസിന് വരാറുണ്ട്. നമ്മൾ തെറാപ്പിയിൽ ഈ ടേം അധികം അങ്ങ് ഉപയോഗിക്കില്ലെങ്കിലും നമ്മൾ ഒരു പ്രോക്സി അബ്യൂസർ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് നാർസിസിസത്തിൻ്റെ പല ഏരിയാസിനെ പറ്റിയും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയും നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോത്തിനെ പറ്റിയും എല്ലാം നമ്മുടെ വീഡിയോസ് ഉണ്ട്. അപ്പം പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യത്തെ പറ്റിയും അറിയാമെങ്കിൽ നമുക്ക് വളരെയേറെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ അബ്യൂസ് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു ഫ്ലൈയിങ് മങ്കി സാധാരണ നമ്മൾ ഈ നാർസിസിക് വിക്ടിം കാണുന്നതാണ് അവരുടെ ചുറ്റിനും, ഓക്കെ. ഇവരാണ് ഈ നാർസിസിസ്റ്റ് അബ്യൂസർ അല്ലെ നാർസിസിസ്റ്റ് അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരാണത്. മനസ്സിലായില്ലേ? അതായത് പ്രോക്സി അബ്യൂസേഴ്സ് എന്ന് നമുക്ക് പറയും. പ്രോക്സി അബ്യൂസിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ ചിലപ്പോൾ കൊളീഗ്സ് ആകാം, നിങ്ങളെ അറിയുന്നവരാകാം, ആരുമാകാം. അവരെ ഈ നാർസിസിസ്റ്റ്, കാരണം ഈ നാർസിസിസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അവരെപ്പോഴും അവരുടെ ഇമേജ് ഏറ്റവും നന്നായിരിക്കണം. അവരൊരിക്കലും അവരുടെ ഇമേജ് മോശമാകാൻ സമ്മതിക്കില്ല. വളരെ ഇമേജ് കോൺഷ്യസ് ആണ്. പിന്നെ അവർക്ക് എമ്പതി ഇല്ല. എമ്പതി ഇല്ലാത്തതുകൊണ്ട് ആരെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാനും യൂസ് ചെയ്യാനൊന്നും ഇവർക്കൊരു മടിയുമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇവരെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ആരെയാണോ പിടിക്കുന്നത് ഈ പ്രോക്സി ആകാനായിട്ട് അല്ലെങ്കിൽ ഈ ഫ്ലൈയിങ് മങ്കി ആകാനായിട്ട്, ആ വ്യക്തിക്ക് ഈ വ്യക്തിയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. അത് ചിലപ്പം സ്വന്തം ഭാര്യ, ഇപ്പം പേരൻസിനാണ് അല്ലെങ്കിൽ വൈഫിൻ്റെ പേരൻസിനോ ആണ് നിങ്ങളോട്, അല്ലെങ്കിൽ അവരുടെ ആർക്കെങ്കിലും ആണ് നിങ്ങളോട് അങ്ങനെയുള്ള ഒരു നാർസിസിക് അപ്രോച്ച് ഉള്ളതെങ്കിൽ ചിലപ്പോൾ ഒരു ഭാര്യയായിരിക്കും പിടിക്കുക. ഇതിനകത്ത് ഞാൻ എപ്പോഴും എനിക്കൊരു എക്സാമ്പിളായിട്ട് മുമ്പിലേക്ക് വരുന്നത് ഒരു മലയാള സിനിമയുണ്ട്, മേലെ വാര്യത്തെ മാലാഖ കുട്ടികളെന്നും പറഞ്ഞിട്ട്. അതിനകത്ത് KPS ലളിത വളരെ നമുക്ക് ആ രീതിയിലുള്ള ഒരു എക്സ്ട്രീം ലെവലിലുള്ള അവരുടെ സ്വഭാവം, അവരാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലുള്ള ഒരിതിൽ സ്വന്തം മകളെ ഒരു പ്രോക്സി അബ്യൂസറായിട്ട്, അതായത് ഒരു ഫ്ലൈയിങ് മങ്കിയായിട്ട് യൂസ് ചെയ്യുകയും അവരുടെ ഫാമിലി തകർക്കുകയും അങ്ങനെ അവർ പോവുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല ഒരു കാരണവശാലും ഇന്നതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ അബ്യൂസർക്ക്, ഈ പ്രോക്സി അബ്യൂസർക്ക് അല്ലെങ്കിൽ ഈ ഫ്ലൈയിങ് മങ്കീസ് ഒരിക്കലും അറിയില്ല അവരെ യൂസ് ചെയ്യപ്പെടുകയാണെന്നുള്ള അവർക്ക് അറിയില്ല. കാരണം അവർക്കിത് മനസ്സിലായി. പ്രത്യേകിച്ച് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഇതിൻ്റെ കാര്യങ്ങളും കോംപ്ലിക്കേഷനും ഒന്നും അറിയാൻ മേലാത്ത, അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡസൻ നോ അബൌട്ട് ദിസ്. അവരിപ്പോൾ ചിലർ അനുഭവിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ചിലർ എന്നോട് പറയുന്ന മാമിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾക്കിത് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അവർക്ക് അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ വളരെ ഏറെ ചാൻസ് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പോലും ചിലപ്പോൾ ഒരാൾ തുനിഞ്ഞിറങ്ങി ഒരു നാർസിസിസ്റ്റ് തുടങ്ങി, കാരണം അവർക്കറിയാം എങ്ങനെ ഒരാളെ യൂസ് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെയുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നാർസിസിസ്റ്റ് പ്രവർത്തിക്കുക. അവർക്കറിയാം എങ്ങനെ അതിനെ കളിച്ചിട്ട് അവരുടെ രീതി കൊണ്ടുവന്നിട്ട് ഈ ഫ്ലൈയിങ് മങ്കീസിനെ മറ്റുള്ളവരെ അല്ലെങ്കിൽ ആരാണോ വിക്ടിം അയാളെ
എന്താ പറയുക, അയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അയാളെ വീണ്ടും 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 ടോർച്ചറിലേക്ക് കൊണ്ടുപോകാൻ, അയാളെ പറ്റി സ്പൈ ചെയ്യാൻ, അയാളെ പറ്റി ഗോസിപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇയാളാണ് ഇനിയിപ്പം ഞാൻ പറയാം, ഇപ്പം അഥവാ ഇനിയിപ്പം നാർസിസിസ്റ്റ് ഒരു ഡിവോഴ്സിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് കുറച്ച് എവിടുന്നേക്കോ സ്ട്രെങ്ത് വന്ന് എങ്ങനെയൊക്കെയോ അവരൊന്ന് ബിൽഡ് ചെയ്യാൻ വരികയാണെങ്കിൽ അപ്പോഴേ നാർസിസിസ്റ്റിൻ്റെ കാര്യം പിടി കിട്ടും. അപ്പോൾ ഈ ഫ്ലൈയിങ് മങ്കീസിനെ യൂസ് ചെയ്തുകൊണ്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പറ്റി അവർ ശരിയല്ല, അവൾ അങ്ങനെയാണ്, അവൾ ഇതാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡാണ് അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞ് ഈ പ്രോക്സി അബ്യൂസ് ഇവർ ചെയ്യും. അതായത് ഈ ഫ്ലൈയിങ് മങ്കീസ് ആയിരിക്കും അവരുടെ ടൂൾ. ദേ യൂസ് യു ആസ് എ ടൂൾ, ആസ് എ ഫ്ലൈയിങ് മങ്കീസ്. ആൻഡ് ഇവരറിയുന്ന പോലുമില്ല. ഇവരായിരിക്കും പിന്നെ ചെന്നിട്ട് എന്നാലും കൊണ്ടല്ലോ അവരങ്ങനെ ചെയ്തു, അവരാരാന്നറിയാവോ, ഒരു ഭയങ്കര ഒരു സാധനമായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെയാണ്. ബാക്കി ഏരിയാസ് ഉണ്ട്, അത് നമുക്ക് വേറൊരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും മേ ബി നെക്സ്റ്റ് വീക്ക് ഐ വിൽ ഡിസ്കസ് അബൌട്ട് ദ നാർസിസിസ്റ്റിക് ബിഹേവിയർ ഹാപ്പൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ദ ഫ്ലൈയിങ് മങ്കീസ് ഹാപ്പൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ഓൾസോ. ഒക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ, കാരണം നമ്മുടെ ഇമേജിനെ ഏറ്റവും ഹൈ ആയിട്ട് നിർത്തിക്കൊണ്ട് ഞാനൊരു പാവം, അവിടെ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾ, അതായത് ഈ അബ്യൂസർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാൾ അങ്ങോട്ട് വിക്ടിം ആകും. അയാൾ പറയും ഞാനുണ്ടല്ലോ, എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ ഇന്നയാളുടെ കൂടെ ജീവിക്കാൻ, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇതാക്കിയിട്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണം കേട്ടോ, നിങ്ങളൊന്ന് പറയണം കേട്ടോ, ഒരു കുടുംബം അല്ലേ, ഒരു ഫാമിലി അല്ലേ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, അവൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇതാകണ്ടേന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ അയ്യോ എന്തൊരു പാടാന്നറിയോ. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ സഹായത്തിന് വേണ്ടി, അതായത് നമ്മൾ ചെല്ലുന്നത് ചിലപ്പോൾ ഒരു ഫ്ലൈയിങ് മങ്കി ആക്കി അയാൾ നിർത്തിയേക്കുന്ന, അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അയാൾ ഫ്ലൈയിങ് മങ്കി ആക്കി നിർത്തിയേക്കുന്ന ഒരാളുടെ അടുത്താണെങ്കിൽ പിന്നെ നമ്മൾ അയാളെ ട്രസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അയാൾ പറയുന്ന കേൾക്കുന്നു. അപ്പോൾ അതിൽ ഫ്ലൈയിങ് മങ്കി ആണെങ്കിൽ നമ്മുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇനി ഒരു രക്ഷയില്ല, എല്ലായിടത്തുനിന്നും ഞാൻ ഇതായിപ്പോയി, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോ പറഞ്ഞ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ്സും എല്ലാം കൂടെ വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം ഇവിടെ അയാൾ മാത്രമല്ല, ഒരു ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടീമായിട്ടുള്ള അറ്റാക്കാണ് ഈ വിക്ടിമിൻ്റെ മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ചിലപ്പം വിക്ടിം ഭയങ്കരമായിട്ട് തകർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള ചില ക്യാമ്പയിൻസ് ഇവർ നടത്തും. അതിനെ നമ്മൾ സ്മിയർ ക്യാമ്പയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്യാമ്പയിനിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻഡ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയില്ലേ വ്യക്തിഹത്യ, അതായത് അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക, അവരുടെ എന്താ പറയുക അവരുടെ പേര് ചീത്തയാക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയാം ഇങ്ങനെ എന്താ പറയുക അവരുടെ റെപ്യൂട്ടേഷൻ, അങ്ങനെയുള്ള ഇതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻസ് നടത്തുക, അല്ലെങ്കിൽ ക്യാരക്ടർ മോശമാക്കുക, അങ്ങനെയുള്ള രീതിയിൽ. അല്ലെങ്കിൽ പല ആൾക്കാർ വന്ന് ചിലപ്പോൾ ഈ വ്യക്തിയോട് നിൻ്റെ കുഴപ്പമാണ്, നീയാണ് ശ്രദ്ധിക്കേണ്ടത്, നീയല്ലേ നോക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ, അതിപ്പോൾ ആണിനോടായാലും പെണ്ണിനോടാണേലും അങ്ങനെ ആൾക്കാർക്ക് പറയാമല്ലോ. ഓക്കെ, ഒരു ഫീമെയിലാണ് സഫർ ചെയ്യുന്നതെങ്കിൽ അവളോട് ആ രീതിയിൽ പറയും, ഒരു മെയിലാണ് സഫർ ചെയ്യുന്നത് അയാൾ ആ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ആദ്യമേ ചിലപ്പോൾ നമ്മളിങ്ങനെ, എനിക്കറിയാം ചിലർ ഈ ഒരു ഇതിൽ ഇങ്ങനെ വിഷമിക്കുന്നവർ ചിലപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ അടുത്തായിരിക്കും ഇത് നോക്കുമ്പോൾ അവർ നോർമൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പറയുന്നത് പോലെ അതവർക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്നേഹമൊക്കെ ഒന്ന് പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറത്ത് പോകും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പ്രസൻറ്റൊക്കെ കൊടുക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ മേ ബി ഞാനിങ്ങനെ ചെയ്യാഞ്ഞിട്ടായിരിക്കും ഇനി ഇങ്ങനെയൊക്കെ വരുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ ആകുമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അന്നേരമാണ് നമ്മൾ അറിയുന്നത് ഇനി എന്തൊക്കെ കൊടുത്താൽ ഈ വാലിഡേഷൻ വരുന്ന സംഭവമില്ല, അവിടെയും എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഈ ഒരു ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ അവർ ഈ പ്രൊഫഷണൽസിനെ പോലും ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നുന്ന രീതിയിലേക്ക്, നമ്മൾ ചിലപ്പോൾ ഒരു ഫ്ലൈയിങ് മങ്കി ആകുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ തെറാപ്പിസ്റ്റുകൾ പോലും വളരെ വളരെ കെയർഫുള്ളാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു തെറാപ്പിസ്റ്റ് ഈ രീതിയിലുള്ള ഒരു ക്ലയൻ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അലേർട്ടാണ്. എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്, അതിനകത്ത് എന്തുകൊണ്ട് നമ്മൾ അലേർട്ട് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വിക്ടിമിനും ഫ്ലൈയിങ് മങ്കീസിനെ ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഇത് അബ്യൂസർക്ക് മാത്രമല്ല, വിക്ടിമിനെ വിക്ടിമിൻ്റെ കൂടെ നിന്നിട്ട് മറ്റേ സൈഡിലേക്ക് ആ ഒരു രീതിയിലുള്ള അപ്രോച്ചസ് കൊണ്ടുവരാനും പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ അബ്യൂസറിൻ്റെ കാര്യമാണ് കൂടുതലായിട്ട് നോക്കുന്നത്. കാരണം വിക്ടിമിന് എന്തായാലും ഒരു സപ്പോർട്ട് ആവശ്യമാണല്ലോ. അപ്പം ഈ അബ്യൂസർ ഈ പ്രോക്സി അബ്യൂസ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫ്ലൈയിങ് മങ്കീസിനെ പറ്റി അബ്യൂസ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാർസിസിസ്റ്റിക്കിന് അവർക്ക് ഭയങ്കരമായിട്ട് അവരെ സൂപ്പർഫിഷ്യലായിട്ട് കാര്യങ്ങൾ വളരെ ക്ലീനും വളരെ എന്താ പറയുക അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ഏറ്റവും നന്നായിട്ട് കാണിക്കുന്നത് കൊണ്ടും
ഈ ഫ്ലൈയിങ് മങ്കീസിന് ഇവരുമായിട്ടും കണക്ഷനുണ്ട്, അവരുമായിട്ടും കണക്ഷനുണ്ട്. അപ്പോൾ ഈ പെർട്ടിക്കുലർ അബ്യൂസർ ഏറ്റവും നന്നായിട്ടുള്ള ബിഹേവിയർ അവരുടെ അടുത്ത് കാണിക്കുന്നത് കൊണ്ടും മാനിപ്പുലേറ്റീവ് ആയതുകൊണ്ടും മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ് ഇസ് ഫ്ലൈയിങ് മങ്കീസ് അറിയുന്നു പോലും ഇല്ല ചിലപ്പോൾ അവർ ചെയ്യുന്നത് ഒരു ഫ്ലൈയിങ് മങ്കിയുടെ ഒരു റോളാണ്, അല്ലെങ്കിൽ ഒരു പ്രോക്സി അബ്യൂസ് അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാകാത്ത ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, ഇങ്ങനത്തെ അവസ്ഥകൾ ഉള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും നമ്മളോട് വന്ന് പറഞ്ഞിട്ട് അവരുടെ വേറെ ആരെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഫ്ലൈയിങ് മങ്കി ആകാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മളെല്ലാവരും ഗ്രോണപ്പാണ്, നമുക്കെല്ലാവരും സെൻസ് ചെയ്ത് കാര്യങ്ങളെ തിങ്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കേൾക്കുമ്പോഴേ അത് ബിലീവ് ചെയ്യാതെ നീ പറഞ്ഞത് തരാം. അപ്പോൾ അയാളും പറഞ്ഞു. അപ്പം ചിലപ്പം ഞാനൊരു ഫ്ലൈയിങ് മങ്കി അല്ലാന്ന് വെച്ചോ, എനിക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പം ആ വ്യക്തി ഈ അബ്യൂസർ പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് വിക്ടിമിനെതിരായിട്ട് നമ്മളെ ഒരു ഫ്ലൈയിങ് മങ്കി ആക്കാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സംശയിച്ചാലും അയാൾ പറഞ്ഞ വേറെ 2-3 ഫ്ലൈയിങ് മങ്കീസ് കാണാം. അയാൾ ചിലപ്പോൾ ഒരു ടീമിനെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അവരും കൂടെ വന്നിട്ട് നമ്മളോട് നമ്മൾ അറിയാതെ തന്നെ ഓക്കെ അങ്ങനെയാണല്ലോ, അപ്പോൾ ഇത്രയും പേര് പറയുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും, അങ്ങനെയായിരിക്കും കാര്യം നടക്കുന്നത്. ഓക്കെ അപ്പം നിങ്ങൾ അവരോടൊന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവരോടൊന്ന് സംസാരിക്കണം. നമ്മളൊരു ഞാൻ നോക്കട്ടെ, ഞാൻ പറയാം എന്നും പറഞ്ഞിട്ടായിരിക്കും അവർ നിങ്ങളെ ഒരു ഫ്ലൈയിങ് മങ്കിയാക്കി മാറ്റുന്നത്. ഇനി ഈ ഫ്ലൈയിങ് മങ്കീസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഫ്ലൈയിങ് മങ്കി ആക്കി വെച്ചിരിക്കുന്ന നാർസിസിസ്റ്റ് ആ ജോലി കഴിഞ്ഞു എന്ന് വെച്ചു. ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ ആ കാര്യം ഞാൻ സാധിച്ചെടുത്തു, പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഫ്ലൈയിങ് മങ്കീസിനെ കൺസിഡർ ചെയ്യത്തില്ല. ആ സമയത്തേക്ക് ഈ കാര്യം നേടാനും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മറ്റേയാളുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനും അയാളെ മോശമാക്കാനും അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് എൻ്റെ പേഴ്സണാലിറ്റി എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നവരാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് എനിക്കത് സാധിച്ചു കിട്ടി, ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നെ നാർസിസിസ്റ്റ് നോക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പല ഫ്ലൈയിങ് മങ്കീസിനും മനസ്സിലാകുന്നത് ഹാവ് ബീൻ ഡൂയിങ് ദിസ് ജോബ്, അല്ലേ, ഞാൻ ഇങ്ങനെ ഒരു അയ്യോ ഇപ്പം എനിക്ക് ചില കാര്യങ്ങൾ എവിഡൻ്റ് ആയിട്ട് വരുന്നു, ചില കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു, അയ്യോ അന്ന് ചെയ്തത് ശരിയായില്ല, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഇവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളോട് പറയും എനിക്കിപ്പോഴാണ് കേട്ടോ അതിൻ്റെ കാര്യം മനസ്സിലായേ, സോ യു ആർ റൈറ്റ് ഇൻ എ കൈൻഡ് ഓഫ് എ വേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വരാറുണ്ട്. അപ്പം അവിടെ നമ്മൾ നോക്കണം, ഓക്കെ ഡു യു വോണ്ട് ടു അക്സെപ്റ്റ് ദം അഗെയിൻ ആൻഡ് ദെൻ ലൈക്ക് ബട്ട് ഡോണ്ട് ഗോ ആൻഡ് എക്സ്പ്ലെയിൻ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിങ്ങൾക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതാണ് ഇതാ, ഇതിനൊന്നും ആവശ്യമില്ല. ദാറ്റ് വൺസ് ദേ ബിക്കം ഫ്ലൈയിങ് മങ്കീസ് അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വിട്ട് ഒന്ന് ഡിസ്റ്റൻസ് ഇട്ടിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത്രയൊക്കെ പറഞ്ഞാൽ മതി, ഓക്കെ ഇപ്പോഴെങ്കിലും അതാണ് മനസ്സിലാക്കിയതിനും അറിഞ്ഞതിനും വളരെ സന്തോഷം, എനിവേ ഹാപ്പൻ ദിസ് ഹാപ്പൻ, നമുക്കിനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ലീവ് ഇറ്റ്. ഇത്രയും ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് മാറുക, അല്ലാതെ കഥകൾ മുഴുവൻ പറഞ്ഞു ഞാൻ അനുഭവിച്ച കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എന്താ പറയുക, ചിലപ്പോൾ അത് നമുക്ക് ബാക്ക് ഫയർ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് അധികം അതിലേക്കൊന്നും പോകാതെ എന്തായാലും കഴിയാനുള്ള കഴിഞ്ഞു, ചെയ്യാനുള്ള ചെയ്തു, നമ്മൾ നമ്മുടെ ലെസൺസ് ലേൺ ചെയ്തു, ദെൻ വി മൂവ് അഹെഡ് വിത്ത് അവർ ലൈഫ്. അപ്പം ഈ ഫ്ലൈയിങ് മങ്കീസിനെ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, ഇനി ആരെങ്കിലും ഒരു ഫ്ലൈയിങ് മങ്കീസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ദിസ് പേഴ്സൺ ഈസ് എ ഫ്ലൈയിങ് മങ്കി, നൗ ദിസ് പേഴ്സൺ ഇസ് കമ്മിങ് ആൻഡ് ടെല്ലിങ് മീ ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. അതിപ്പം നമ്മൾ വിചാരിക്കുന്ന പോലും ആളായിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മുടെ സ്വന്തം അപ്പനെയും അമ്മയും അവർ ഫ്ലൈയിങ് മങ്കി ആക്കും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ ആക്കും, അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനെ ആക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ആക്കും. ഇവർക്കറിയാം എങ്ങനെയാണ് അതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് എത്താൻ പറ്റുകയെന്ന്. അപ്പോൾ നമ്മൾ നോക്കുക ഇവരെന്നെ ട്രസ്റ്റ് ചെയ്യുന്നവരാണോ. ഇപ്പം ഞാൻ ചിലപ്പം എനിക്ക് പലപ്പോഴും സ്ത്രീകളുടെ ഇടയിൽ എനിക്ക് കിട്ടുന്ന ഫ്ലൈയിങ് മങ്കീസ് അവരുടെ സ്വന്തം പേരൻസാണ്. കാരണം മരുമോൻ ചെന്നിട്ട് പല കാര്യങ്ങളും അങ്ങനെ പറയുമ്പോൾ അമ്മമാരും അച്ഛന്മാരൊക്കെ എടി നീ കുറച്ചുകൂടെ അങ്ങനെ ആകണം ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. ദാറ്റ് ഇസ് വെരി 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 പെയിൻഫുള്ളാണ്. അങ്ങനെ ചില പേരൻസിനോടൊക്കെ എനിക്കായിട്ട് തന്നെ സംസാരിക്കേണ്ടി വന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ ട്രൈ ടു എക്സ്പ്ലെയിൻ തിങ്സ് ടു ദം ആൻഡ് ഇഫ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നമുക്ക് പറയുകയാണ് നമുക്ക് ഇപ്പം നമ്മുടെ പേരൻസ് അല്ലെ ബ്രദർ സിസ്റ്റർ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ച് എന്നോട് നല്ലൊരു ഫീലുണ്ട്, ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ടു എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായാൽ which is good, you can support അല്ലെങ്കിൽ seek help from them or you can trust them.
പക്ഷേ അങ്ങനെ ഒരു കാര്യം വരുന്നില്ലെങ്കിൽ ഐ വുഡ് സേ നമ്മൾ അറിയണം, നമുക്ക് നല്ല ബൗണ്ടറി സെറ്റിംഗ് വേണം. വി നീഡ് ടു സ്റ്റേ അവേ ഫ്രം സച്ച് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസസ്, അതർവൈസ് ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി പെയിൻഫുൾ. യു വിൽ ബി ലൈക്ക് യോ ഞാൻ എന്താ ചെയ്യുന്നത് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവിടെ നമ്മൾ അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, എന്നിട്ട് നമുക്കൊരു ഗുണം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട അങ്ങനെ ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഇനി നിങ്ങൾ എത്ര പറഞ്ഞാലും. കാരണം അവിടെ ഓൾറെഡി അവരെ ഒരു ഫ്ലൈയിങ് മങ്കി ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ സീക്ക് ഹെൽപ്പ്. അപ്പോൾ സീക്ക് ഹെൽപ്പ് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒതൻറ്റിക് പ്രൊഫഷണൽസ് അല്ലേ, ലൈസൻസ്ഡ് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസിനെ മാത്രമേ നിങ്ങൾ പോയി കാണാവൂ. അതിൽ ഈ നാർസിസിസ്റ്റിക് ഈ എല്ലാ ഏരിയാസിൻ്റെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആൻഡ് വിക്ടിം സിൻഡ്രോത്തിൻ്റെ എല്ലാ ഡൈനാമിക്സുകളെല്ലാം മനസ്സിലാക്കുന്ന ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യണം. എങ്ങനെയാണ് എനിക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചിലപ്പം തെറാപ്പിസ്റ്റിന് തന്നെ മറ്റവരെ അത് പറയാനും സാഹചര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഫാമിലി ഒരു തെറാപ്പിയിലൂടെ അതിനെ ചിലപ്പം മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്ന ഒരു അവസരം അവർക്ക് കിട്ടിയെന്ന് വരും. അപ്പം അവിടെ നമ്മളത് തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഫ്ലൈയിങ് മങ്കീസ് എപ്പോഴും പെയിൻഫുള്ളാണ്. നമുക്ക് അത് മറ്റേ ആളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണ്. അപ്പോൾ അവിടെ അവരോട് നമ്മൾ കൂടുതലായിട്ട് ഇവരെല്ലാം അയാളുടെ പക്ഷത്ത അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, സീക്ക് ഹെൽപ്പ് ആൻഡ് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ലീവ് ഇറ്റ്. പ്ലീസ് ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ഇറ്റ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ട്രൈ ടു സീക്ക് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് യു, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും പറ്റുന്ന, നമ്മളെ സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ല രീതിയിൽ മീനിങ് ഫുൾ ആയിട്ട് റിലേഷൻഷിപ്സ്, നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കാണാൻ നമുക്ക് അങ്ങനെ നല്ല റിലേഷൻഷിപ്സിനെ നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നല്ല ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് കൂടുതലായിട്ട് ബിൽഡ് ചെയ്യാൻ നോക്കണം. വെറുതെ ഇരുന്നിട്ട് വറി ചെയ്ത് വിഷമിച്ച് അയ്യോ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നാർസിസിസ്റ്റിക് എപ്പോഴും ആ വിക്ടിമിനെ അങ്ങനെയാണ് ഫീൽ ചെയ്യിപ്പിക്കുക. അവരെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കും. അവരുടെ സകല കോൺഫിഡൻസും സകല എബിലിറ്റീസും അവർ ഒരു കാലത്ത് നല്ല ഹൈ പാഷനിലും ഇൻട്രസ്റ്റിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഞാൻ സ്വന്തം അപ്പിയറൻസ് പോലും ശ്രദ്ധിക്കാത്ത രീതിയിലേക്കൊക്കെ ഇവർ മാറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളെ ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മളെ നോക്കിയില്ല വേറെ ആരും നോക്കാനില്ല കേട്ടോ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്ലൈയിങ് മങ്കീസിൻ്റെ ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയമായിട്ടൊരു ഫ്ലൈയിങ് മങ്കി ആകാതിരിക്കുക. ഇനി ഫ്ലൈയിങ് മങ്കീസ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു പ്രോക്സി അബ്യൂസാണ്. വേറൊരു ഓൺ ഹിസ് ബിഹാഫ്, ഓൺ ദ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുടെ നാർസിസിസ്റ്റിൻ്റെ ബിഹാഫിൽ അയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ടീമാണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, സ്റ്റേ അവേ ചെയ്യുക. ഇനി അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഇഫ് യു കനോട്ട് ഡു ദാറ്റ്, you can seek help from a therapist who understand all these dynamics, not other people. Do not seek help from layman's here and there. അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിന്നെ നമുക്ക് ഒരു പ്രോക്സി അബ്യൂസറായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ യു നീഡ് ടു ബി ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. ആൻഡ് അതിനെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കി ആ രീതിയിൽ നിങ്ങളതിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ കൂടുതൽ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അത് അറിഞ്ഞ് കണ്ടുള്ള റിലേഷൻഷിപ്സിനെ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ മോർ സപ്പോർട്ട് നോക്കുക. നിങ്ങൾ തന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഏറ്റവും നമുക്ക് വേണ്ടത് സെൽഫ് ബിൽഡിംഗ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുക്കാം. അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള നല്ല എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. ദൈവം നമ്മളെല്ലാം അനവധിയായി അനുഗ്രഹിക്കട്ടെ.